ജോഡികളാണ് സിമ്രാനും ദളപതി വിജയും. ഇരുവരും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളും അതിലെ പാട്ടുകളുമെല്ലാം സൂപ്പർ ഹിറ്റാണ്. വിവാഹശേഷം മക്കളൊക്കെ ആയതോടെ അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന സിമ്രാൻ രജനീകാന്തിന്റെ പേട്ട എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത്. തിരിച്ചു വന്നപ്പോൾ കൂടുതൽ അഭിനയ സാധ്യതയുള്ള മികച്ച കഥാപാത്രങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനാണ് സിമ്രാൻ ശ്രമിക്കുന്നത്. പ്രശാന്തിന്റെ അന്തകൻ എന്ന ചിത്രത്തിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു. അഭിനയത്തിനൊപ്പം ഇപ്പോൾ സിമ്രാൻ നിർമ്മാണ രംഗത്തും സജീവമാവുകയാണ്. തന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ സിമ്രാൻ സുഹൃത്തെന്ന നിലയിൽ വിജയെ ചെന്ന് കണ്ടിരുന്നുവെന്നും അവസരം ആവശ്യപ്പെട്ടിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. എന്നാൽ വിജയ് സിമ്രാനെ നിരാശപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോഴത്തെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുകയെന്നത് വലിയ ബാധ്യതയാണെന്നും ആ സമ്മർദ്ദം ഏറ്റെടുക്കേണ്ട എന്നും വിജയ് ഉപദേശിച്ചതായും വാർത്തകൾ വന്നു. അതിനൊപ്പം വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വിജയ് അവസാനമായി ചെയ്യുന്ന എച്ച് വിനോദിന്റെ സിനിമയിൽ സിമ്രാൻ അഭിനയിക്കാൻ അവസരം ചോദിച്ചതായും അത് നിഷേധിച്ചതായും മറ്റൊരു വാർത്തയും വന്നിരുന്നു. ഇത്തരത്തിൽ തുടർച്ചയായി പുറത്തുവരുന്ന എല്ലാ വാർത്തകളോടും പ്രതികരിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സിമ്രാൻ. താൻ നിർമ്മിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി വിജയെ ചെന്നു കണ്ടിരുന്നു എന്ന് സിമ്രാൻ പറയുന്നുണ്ട്. പക്ഷേ സ്ത്രീ എന്ന നിലയിൽ തന്റെ പരിമിതികൾ തനിക്ക് അറിയാമെന്നും സിമ്രാൻ വ്യക്തമാക്കുകയാണ്. ആളുകൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നും നിങ്ങളുടെ സുഹൃത്തുക്കൾ അത് എത്രത്തോളം നിസ്സാരമായി കാണുന്നു എന്നതും വളരെയധികം നിരാശാജനകമാണെന്ന് സിമ്രാൻ പറയുന്നുണ്ട്. പല വാർത്തകളും പുറത്തു വന്നപ്പോഴൊക്കെ താൻ നിശബ്ദയായിരുന്നുവെന്നും പക്ഷേ ഇപ്പോൾ ചിലത് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ഏതെങ്കിലും വലിയ നായകന്മാർക്കൊപ്പം അണിനിരക്കാനും പ്രവർത്തിക്കാനും താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് സിമ്രാൻ വ്യക്തമാക്കുന്നത്. താൻ അവിടെ പോയിട്ടുണ്ടെന്നും തന്റെ ലക്ഷ്യങ്ങൾ ഇപ്പോൾ വ്യത്യസ്തമാണെന്നും ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് തന്റെ അതിരുകൾ അറിയാമെന്നും സിമ്രാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന്റെ പേരിൽ വർഷങ്ങളായി സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് തുടർച്ചയായി പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതുവരെ മിണ്ടാതിരുന്നുവെന്നും പക്ഷേ ആത്മാഭിമാനമാണ് ആദ്യം വരുന്നതെന്നും ഈ കിംവദന്തികൾക്ക് അറുതി വരുത്താൻ ആരും എത്തുകയോ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ലെന്നും സിമ്രാൻ പറയുന്നുണ്ട്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ ആത്മാർത്ഥമായി മാപ്പ് പറയണമെന്നും സിമ്രാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിരിക്കുകയാണ്. സിമ്രാൻ തന്റെ അഭിനയ ജീവിതം തുടങ്ങിയത് ഹിന്ദി ചിത്രമായ സനം ഹർജായി എന്ന ചിത്രത്തിലാണ്. പക്ഷേ ഈ ചിത്രം ഒരു പരാജയമായിരുന്നു. പിന്നീട് തെന്നിന്ത്യൻ സിനിമയിലേക്ക് എത്തി. മലയാളത്തിൽ മമ്മൂട്ടി നായകനായി അഭിനയിച്ച ഇന്ദ്രപ്രസ്ഥം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷേ സിമ്രാൻ ശ്രദ്ധേയയായത് തമിഴ് ചിത്രങ്ങളിലൂടെയാണ്. 1998 മുതൽ 2004 വരെ തമിഴിൽ മുൻനിര നടിയായിരുന്നു സിമ്രാൻ. അക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന നടിമാരിൽ ഒരാൾ കൂടിയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് അഭിനയ രംഗത്ത് നിന്നും വിട്ടുനിന്നത്. ഇടക്കാലത്ത് ഗൗതം മേനോൻ സൂര്യ കോംബോയിലെത്തിയ വാരണമായിരം വലിയ ബ്രേക്ക് നൽകിയിരുന്നു. 3 ഫിലിംഫെയർ അവാർഡ് സൗത്ത്, മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 3 സിനിമ എക്സ്പ്രസ് അവാർഡുകൾ എന്നിവ സിമ്രാൻ നേടിയിട്ടുണ്ട്.